അണിയറ പ്രവർത്തനം ഉണ്ടാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവും. ഇവർക്ക് അറിയാം ആരായിരിക്കും അടുത്ത സീസണിൽ വരുന്നത്. എവിക്റ്റാണ് സമയത്ത് ഈ യൂട്യൂബേഴ്സിന് കറക്റ്റായിട്ട് കിട്ടും ഇൻഫർമേഷൻ. എവിടെ നിന്നാണ് കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും മനസ്സിലായി കാണുമല്ലോ. ഇത്തരത്തിലുള്ള ബിഗ് ബോസിലുള്ള പല ക്രൂ മെമ്പേഴ്സും ആയിരിക്കും അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിലുള്ള കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ തരുന്നത്. അതായത് ബിഗ് ബോസിന് ഇന്നത്തെ ലൈവ് കഴിഞ്ഞാൽ ആ ലൈവിൻ്റെ എപ്പിസോഡ് ഇറങ്ങുന്ന നാളെയാണ്. അതായത് ഇന്നാണ് നടക്കുന്ന വീഡിയോ, അല്ലെങ്കിൽ ഇന്നാണ് നടക്കുന്ന സംഭവങ്ങൾ എന്ന് വെച്ചാൽ അതിനെ ലൈവായിട്ട് ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലൊക്കെ എപ്പിസോഡായിട്ടൊക്കെ ഇറങ്ങുക നാളെ ആയിരിക്കും ഇറങ്ങുക. അതായത് ലൈവ് എഡിറ്റ് ചെയ്താണ് ബിഗ് ബോസ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന പല സംഭവങ്ങളും ഫോൺ കോൾ വഴി മറ്റു പല കാര്യങ്ങൾ വഴിയാണ് പല PR വർക്കും നടക്കും. ആ PR വർക്കിൻ്റെ ഭാഗത്തിലേക്ക് നിങ്ങൾ ടോപ്പിൽ നിങ്ങൾ കുറച്ച് പ്രൊഡിക്ഷൻ യൂട്യൂബേഴ്സ് ഇല്ലേ, അവർ നിങ്ങളെ പറ്റിക്കാണ്. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല. അവർക്ക് ഒന്ന് ഇത്തരത്തിലുള്ള മെയിൽ വഴിയും പല കോൺടാക്റ്റ് വഴിയും അവർക്ക് ഇൻഫർമേഷൻ കിട്ടും. അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ബിഗ് ബോസിൻ്റെ വീഡിയോസ് ചെയ്യുന്ന ചില യൂട്യൂബർമാരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അവിടെ സാധാരണ പ്രൊഡിക്ഷൻ ലിസ്റ്റ് അല്ല. അതായത് അവരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലെ 99.9% പേരുകളും ആ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ മലയാളത്തിൽ എടുത്ത് പറയുകയാണെങ്കിൽ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 2-3 യൂട്യൂബേഴ്സിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിന് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. ആ പ്രൊഡിക്ഷൻ ലിസ്റ്റിലെ മുഴുവൻ പേരുകളും അല്ലെങ്കിൽ 99.9% ആളുകളും ആ സീസണിലെ ബിഗ് ബോസിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബ്രോ പ്രൊഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രൊഡിക്ഷൻ ആണല്ലോ, അപ്പോൾ അവർ പ്രൊഡിക്റ്റ് ചെയ്യല്ലെന്ന് ചോദിക്കും. അല്ല, കാരണം ആ ഒരു പർട്ടിക്കുലർ യൂട്യൂബേഴ്സിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ മാത്രമേ ഇത്രയും ജനപ്രീതി ഉണ്ടാകാൻ കാരണം അവരുടെ പ്രൊഡിക്ഷൻ ഏകദേശം ഒരു 90% കറക്റ്റ് ആവുന്നത് കൊണ്ടല്ല. ഓക്കെ, അല്ലാതെ അവരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിന് അടുത്ത സീസൺ ആ സമയത്തും ഇത്രത്തോളം വ്യൂവർഷിപ്പ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ എത്ര പ്രൊഡിക്റ്റ് ചെയ്താലും 100% എന്തായാലും കൺഫേം ആയി. 90% ആണെങ്കിൽ പോലും ഒരു 50% അല്ലേ എത്ര വലിയ ഒരാൾ പ്രൊഡിക്റ്റ് ചെയ്താൽ പോലും വരത്തുള്ളല്ലോ. നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് മുൻകൂട്ടി അറിയത്തില്ല. അപ്പോൾ ബിഗ് ബോസിനെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്ര പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര പേരാണ് അടുത്ത സീസണിലോട്ട് വരാൻ ചാൻസ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരു 50-50 ചാൻസുള്ളൂ ശരിയാകാനും തെറ്റാനും. ഓക്കെ, പക്ഷേ ചില യൂട്യൂബർമാരുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റും ചില ജേർണലിസ്റ്റുകളുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും അവരുടെ പ്രൊഡിക്ഷനിലെ 90% പേരുകളും അല്ലെങ്കിൽ 10 എണ്ണം പറഞ്ഞാൽ 9 എണ്ണം ചില സമയത്ത് 10 കറക്റ്റ് ആവും. ഓക്കെ, ലാസ്റ്റ് വീക്കിലൊക്കെ പ്രൊഡിക്ഷൻ ചില സമയത്ത് വരും. ആ 10 പേരും പറഞ്ഞാൽ 10 പേരും കറക്റ്റ് ആയിരിക്കും. ഇതെങ്ങനെയാണ്? അതായത് ബിഗ് ബോസിൻ്റെ ഓഡീഷൻ കഴിയുന്ന സമയത്ത് ബിഗ് ബോസിൽ ഓഡീഷനിൽ പങ്കെടുത്ത് സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ കുറച്ചൊക്കെ നോർമലായ രീതിയിൽ ബിഗ് ബോസിലോട്ട് കയറണമെന്ന് ആഗ്രഹിച്ച് മത്സരിച്ച് കുറച്ച് ആൾക്കാർ ബിഗ് ബോസിൻ്റെ ഓഡീഷൻ പോവുകയും ബിഗ് ബോസ് ഇൻവിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഓഡീഷനിലോട്ട് നേരിട്ട് ഓഡീഷനിലോട്ട് പോവുകയും അങ്ങനെ ഓഡീഷനിൽ പാസ്സായി പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരുണ്ടാവും. അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് അറിയും. അവർ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർ യൂട്യൂബേഴ്സിനൊക്കെ വിളിക്കും. ഇവർ കാലാകാലങ്ങളായിട്ട് ഓരോ സീസണിലും കറക്റ്റ് റിവ്യൂ ചെയ്യുന്ന ചില യൂട്യൂബേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ മെയിലിലോട്ട് അവർ കോൺടാക്ട് അപ്പോൾ അവരെന്ത് ചെയ്യും? സെലക്ട് ആൾക്കാരെന്ത് ചെയ്യും? ഇവർക്ക് മെയിലയക്കും. എന്തിന് മെയിലയക്കാം? ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റായി സപ്പോർട്ട് ചെയ്യണം. അതായത് നമ്മൾ പല ആൾക്കാരും ലൈവ് 24 hours കുത്തിയിരുന്ന് കാണത്തൊന്നുമില്ല. ഇവരെന്ത് ചെയ്യുന്ന അറിയോ? ഇങ്ങനെ പൈസ കൊടുത്തിട്ട്, ഞാനങ്ങനെ പേര് പറയില്ല, അപ്പോൾ പൈസ കൊടുത്തിട്ട് ഇത്രയും യൂട്യൂബേഴ്സിനെ ഇവർ കണക്ട് ചെയ്യും. ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെന്നില്ല, പല PR വർക്ക്, അത് നിങ്ങൾ പറയും PR വർക്കാണ്, സത്യത്തിൽ ഇത് PR വർക്കല്ലേ അവിടെ പറഞ്ഞേക്കാൻ. ഇവർ കണക്ട് ചെയ്ത സമയത്ത് ഈ യൂട്യൂബേഴ്സ് ചിലപ്പോൾ ഇത് റിജക്റ്റ് ചെയ്യും. അങ്ങനെ കുറേ പേര് കിട്ടും. അതായത് ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ സെലക്ട് ആയി, ഓഡീഷനിൽ സെലക്ട് ആയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ടോപ്പിൽ നിൽക്കുന്ന ഒരു യൂട്യൂബറിന് അങ്ങോട്ട് മെയിലായിരിക്കും, ഞാൻ അടുത്ത സീസണിലുണ്ട്, നിങ്ങൾ എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് സപ്പോർട്ടൊക്കെ തരണം, നിങ്ങൾ ഡയറക്റ്റ് സപ്പോർട്ട് വേണ്ട, കുറച്ചൊക്കെ ഇൻഡയറക്റ്റ് സപ്പോർട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു കണ്ട് നിങ്ങൾ അവർക്ക് മെയിൽ അയക്കുമ്പോൾ അവർ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമോ അതവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിൽ പോലും അവർക്ക് എന്ത് കിട്ടും? ഇൻഫർമേഷൻ കിട്ടും. എന്ത്? ഇയാൾ ബിഗ് ബോസിലുണ്ട്, ഇയാൾ സെലക്ട് ആയിരിക്കണേ. ഈ രീതിയിൽ ഒന്നാമത്തെ പ്രാവശ്യം ബിഗ് ബോസിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് അവിടെ ഇടണം. ഓക്കെ, രണ്ടാമത്തെ ലിസ്റ്റിന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തനം ഉണ്ടാണെങ്കിൽ ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവും. ഇവർക്ക് അറിയാം ആരായിരിക്കും അടുത്ത സീസണിൽ വരുന്നത്. ഇവർ ഏറ്റവും കോൺടാക്റ്റ് യൂട്യൂബേഴ്സിനുണ്ട്. ഓക്കെ, ഇപ്പോൾ മലയാളത്തിലെ ടോപ്പ് ബിഗ് ബോസ് ചെയ്യുന്ന പല യൂട്യൂബർമാർക്കും നിങ്ങൾ മനസ്സിലാക്കാണ്. ഇപ്പോൾ ബിഗ് ബോസിന് ഇന്നത്തെ ലൈവ് കഴിഞ്ഞാൽ ആ ലൈവിൻ്റെ എപ്പിസോഡ് ഇറങ്ങുന്ന നാളെയാണ്. അതായത് ഇന്നാണ് നടക്കുന്ന വീഡിയോ, അല്ലെങ്കിൽ ഇന്നാണ് നടക്കുന്ന സംഭവങ്ങൾ എന്ന് വെച്ചാൽ അതിനെ ലൈവായിട്ട് ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലൊക്കെ എപ്പിസോഡായിട്ടൊക്കെ ഇറങ്ങുക നാളെ ആയിരിക്കും ഇറങ്ങുക. അതായത് ലൈവ് എഡിറ്റ് ചെയ്താണ് ബിഗ് ബോസ് അപ്ലോഡ് ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന പല സംഭവങ്ങളും ഫോൺ കോൾ വഴി മറ്റു പല കാര്യങ്ങൾ വഴിയാണ് ഇത്രയും യൂട്യൂബേഴ്സിനോട് ലീക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മറ്റു പല വ്യക്തികളും എവിക്റ്റാണ് സമയത്ത്, ബിഗ് ബോസിനുള്ളിൽ നിന്ന് എവിക്റ്റാണ് സമയത്ത് ഈ യൂട്യൂബേഴ്സിന് കറക്റ്റായിട്ട് കിട്ടും ഇൻഫർമേഷൻ. എവിടെ നിന്നാണ് കിട്ടുന്നത്? സ്വാഭാവികമായിട്ടും മനസ്സിലായി കാണുമല്ലോ. ഇത്തരത്തിലുള്ള ബിഗ് ബോസിലുള്ള പല ക്രൂ മെമ്പേഴ്സും ആയിരിക്കും അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ബിഗ് ബോസിലുള്ള കുറച്ച് ആൾക്കാരാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ തരുന്നത്. അതായത് സത്യം പറഞ്ഞാൽ ഈ നിങ്ങൾ ടോപ്പിൽ നിങ്ങൾ കുറച്ച് പ്രൊഡിക്ഷൻ യൂട്യൂബേഴ്സ് ഇല്ലേ, അവർ നിങ്ങളെ പറ്റിക്കാണ്. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല,
അവർക്ക് ഒന്ന് ഇത്തരത്തിലുള്ള മെയിൽ വഴിയും പല കോൺടാക്റ്റ് വഴിയും അവർക്ക് ഇൻഫർമേഷൻ കിട്ടും. അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇത്തരത്തിലുള്ള ക്രൂ മെമ്പേഴ്സ് വഴിയാണ്. അതുകൊണ്ടാണ് ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന പല യൂട്യൂബേഴ്സിനും പല ജേർണലിസ്റ്റുകാർക്കും പ്രഡിക്ഷൻ ലിസ്റ്റ് മുൻകൂട്ടിക്കുന്നത്. അത് പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല, അത് കൺഫേം ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണില്ല എങ്ങനെയാണ് പ്രഡിക്ഷൻ ലിസ്റ്റും കൺഫേം ലിസ്റ്റും കിട്ടുന്നത്. സോ ഇതുകൊണ്ട് നമുക്ക് എന്ത് ഉപകാരം എന്ന് വെച്ചാൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, അത്ര തന്നെ ഉള്ളൂ. അത് ആ ഷോക്കും ഉപകാരപ്പെടുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ലത്. ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് ലീക്ക് എന്ന് പറഞ്ഞാൽ മത്സരാർത്ഥികളുടെ ലിസ്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ 1000 കയറി നോക്കും. അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ആ സീസൺ കാണാൻ ഒരു ത്വര ഉണ്ടാവും. സോ അത്ര തന്നെ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ അറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും മെയിനായിട്ട് കിട്ടുന്നത് ഞാൻ പറഞ്ഞത് മെയിൽ വഴിയായിരിക്കും. എങ്കിൽ പല ആൾക്കാരും ഈ പറയുന്ന രീതിയിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ അവർ പല ഏജൻസീസിനെയായിട്ട് കോൺടാക്ട് ചെയ്യും, പല PR വർക്കും നടക്കും. ആ PR വർക്കിൻ്റെ ഭാഗത്ത് ലീക്കാവും. അതേപോലെ ഈ പറഞ്ഞ പോലെ ചില ക്രൂ മെമ്പേഴ്സ് ഈ ചില യൂട്യൂബേഴ്സിനും ചില ജേർണലിസ്റ്റുകാർക്കും കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് കിട്ടണമെങ്കിൽ മനസ്സിലായല്ലോ, ആ രീതിയിലായിരിക്കും. സോ ഇത്തരത്തിലാണ് ഒരു യൂട്യൂബറിന് പ്രഡിക്ഷൻ ലിസ്റ്റ് ബിഗ് ബോസിൻ്റെ